ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ മാം ആദ്യം പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നു, പിന്നീട് വീണ്ടും അത് ഇടുകയാണ്, രണ്ടാമത് വിശദമായൊരു കുറിപ്പിടുകയുമാണ് ചെയ്തത്. ഒരു വിഷയം കിടന്ന് മനസ്സിനകത്ത് ഇപ്പം കിടന്ന് കറങ്ങുമ്പോൾ അതൊന്ന് പറഞ്ഞ് സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു ആ ഒറിജിനൽ പോസ്റ്റിൻ്റെ ഉദ്ദേശം. പക്ഷേ ഒറിജിനൽ പോസ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്തുള്ള ഒരു പ്രതികരണം വന്നു. അപ്പോൾ ഈ പ്രതികരണം ഇപ്പം കയറി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഇതിപ്പോൾ വളരെ വലിയൊരു സാധനമാണല്ലോ ഇത്. ഈ ഇനിയിപ്പോൾ ഞാൻ റിട്ടയർ ചെയ്യേണ്ട സമയമായി, എന്തിനപ്പാ ഇതിനൊക്കെ പോകുന്നത് എന്ന് തോന്നി പോയി. അപ്പോൾ പിന്നെ വേണ്ട, നമുക്കത് ഇവിടെ വെച്ചിട്ട് നിർത്താം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് വീണ്ടും സംശയമായി, ഒരു പക്ഷേ അത് തിരിച്ച് റീപോസ്റ്റ് ചെയ്യുന്നത് ഡിസൈറബിൾ ആണെന്ന്. അപ്പം ഞങ്ങൾ സംസാരിച്ചു, ഞാനും വേണും തന്നെ. ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ചർച്ച ചെയ്തത് വാസ്തവത്തിൽ ഇതൊരു വ്യക്തിപരമായ ഒരു വിഷയത്തിനപ്പുറത്ത് ഒരു ബ്ലാക്ക് എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നെ ഇപ്പം ഇംഗ്ലീഷിൽ എൻ്റെ ഭാഷ നല്ലതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒന്ന് എഴുതി കളയാമെന്ന് വെച്ചു. പക്ഷേ ഈ ആ ഒരു പോസ്റ്റ് അത് അങ്ങയുടെ ഒരു പദവിയിൽ നിന്നുകൊണ്ട് അങ്ങ് തന്നെ അങ്ങനെ പങ്കുവച്ചത് കൊണ്ടാണോ എന്നറിയില്ല, വളരെ ഗൗരവത്തോടെയാണ് കേരളം അത് ഏറ്റെടുക്കുകയും എല്ലാവരും അപ്പം തന്നെ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. ഈ രീതിയിലൊരു പിന്തുണ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്ന് ലഭിക്കുമെന്ന് അങ്ങേക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു? ഒട്ടുമില്ല. ഇത് ഞാൻ കുറേ അധികം ഞാൻ അറിയുന്ന ആളുകളും ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ ഇത് കാണും, അവരുടെ ഒരു ഇൻപുട്ട് ഉണ്ടാകും. ഒരു പക്ഷേ കുറച്ച് അതിനപ്പുറത്തേക്കും കൂടി കടന്നു പോകുമായിരിക്കും. ഒരു ചർച്ച തുടങ്ങി വെക്കാം എന്നുള്ളതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ പ്രതികരണം പക്ഷേ വളരെ ഓവർവെൽമിങ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാക്കുകൾ പോലും ഭയങ്കര ടച്ചിങ് ആയിരുന്നു, വളരെ വൈകാരികമായി. എനിക്കും അങ്ങനെ കറുത്ത നിറമുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വളരെ ഹാർട്ട്ഫുള്ളായിട്ടുള്ള ഒരു വാചകം തന്നെയായിരുന്നു. ഒരു സർക്കാർ തലങ്ങളിലുള്ളവർ വിളിച്ച് ഏതെങ്കിലും രീതിയിൽ മാമിനോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയോ ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ക്യാബിനറ്റ് ആയിരുന്നു. അപ്പോൾ ക്യാബിനറ്റിനകത്ത് കടന്നു പോകുമ്പോൾ തന്നെ പല മന്ത്രിമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പലരും ഐക്യദാർഢ്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവിടെ തന്നെ ഒരു നല്ല വൈബ് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇത് കൂടാതെ ഇപ്പം ഞങ്ങളുടെ തന്നെ സിവിൽ സർവീസ് ഗ്രൂപ്പുകളുടെ അകത്ത് ഇത് ചർച്ച വരുന്നുണ്ട്. ഉച്ചയ്ക്ക് എനിക്ക് ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടി നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കിടന്ന് കറങ്ങുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിനെ പ്രതിഫലിക്കുന്നതാണ് നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമല്ല, ഇതിപ്പോൾ പലർക്കും അത് ഒരു റീഅഫേമിംഗ് ആണ്. ഇത് നമുക്ക് ഈ അനുഭവം നമ്മൾ അനുഭവിച്ചത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അത് പറയാവുന്നതാണ്. അത് പറയുന്നതിൽ നമ്മൾ സങ്കോചിക്കേണ്ടതില്ല, അതിൽ വിഷമിക്കേണ്ടതില്ല. കാരണം ഇത് നമ്മൾ ലിബറേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ഫ്രീ ആവുകയാണ് പറയുന്നതിലൂടെ. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഉന്നത പദവിയിലിരിക്കുന്ന അങ്ങയ്ക്ക്, അത് സെക്രട്ടറി, ഭരണ സംവിധാനം, ബ്യൂറോക്രസിയാണ് ഈ നാട് ഭരിക്കുന്നതെങ്കിൽ അങ്ങാണ് ഒരർത്ഥത്തിൽ ഈ നാട് ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഈ രീതിയിലൊരു നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതുപോലുള്ളൊരു വിവേചനം അവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയില്ലേ? പക്ഷെ അവരാരും തുറന്നു പറയാത്തതായിരിക്കും എന്നാണ് പലരും ചോദിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 7 മാസം മാത്രമായിട്ടാണ് ചീഫ് സെക്രട്ടറി ആയിരുന്നത്. പക്ഷേ ശാരദാ മുരളീധരൻ എന്ന കറുത്ത വനിതയായിട്ട് 59 വർഷത്തിന് മേളിൽ ആയിട്ടുണ്ട്. ഈ 59 വർഷവും ഞാൻ ഇരിക്കുന്ന സമൂഹത്തിൻ്റെ അതിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് തന്നെ ഇത് പല രീതിയിലും പല ഭാവത്തിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള കറുത്ത സഹോദരികൾ, കറുത്ത സഹോദരന്മാർ, ഇവരൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയത് കൊണ്ട് മാത്രം എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരുമെന്നുള്ള ചിന്തിക്കുന്നത് തന്നെ എന്തുകൊണ്ട്? ഇമ്മ്യൂണിറ്റി നമുക്ക് ആർക്കും ഇല്ല. മലയാളികൾ വലിയ പ്രബുദ്ധരും വിദ്യാസമ്പന്നരും ഒക്കെ ആണെന്നാണ് നമ്മളൊക്കെ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ നമുക്കിടയിൽ പോലും ആ ഒരു സങ്കുചിത മനസ്സ് ഉണ്ട്, അത് ഇതുവരെ മാറുന്നുമില്ല, അതിന് മാറത്തുമില്ല. അങ്ങനെയാണോ മാം? അല്ല,
ആ മാറ്റം ഉണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞത്. അവർ കാണുന്ന ആ വീക്ഷണം ഇപ്പോൾ എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉൾക്കൊണ്ടിട്ടുണ്ട്. മാറ്റം എന്തായാലും ഉണ്ടാകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ചെറിയ ഉദാഹരണങ്ങൾ ഇപ്പം ഇപ്പോൾ സിനിമയിൽ നമ്മൾ പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ തന്നെയും, പക്ഷേ പണ്ട് ഒരു കറുത്ത വനിതയെ ഇപ്പോൾ കാണിക്കണമെങ്കിൽ ഒരു വെളുത്ത വനിതയെ കറുപ്പിച്ചിട്ടാണ് കാണിക്കുക. ഇപ്പോൾ നമ്മൾ കറുത്ത വനിതകളെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പണ്ട് ഈ ഇപ്പം ഒരു കറുത്ത വനിതയ്ക്ക് ഒരു ഹീറോയിൻ റോള് കിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കറുത്ത വനിതയിലോട്ട് എത്തിയില്ലെങ്കിലും പൂർണ്ണമായിട്ടും വെളുത്ത് തുടുത്ത് നിൽക്കുന്ന ഒരു വനിത അല്ലാത്ത പലരും ഇപ്പോൾ ഇപ്പം സിനിമാ രംഗത്തും എൻ്റർടൈൻമെൻറ്റിലും സീരിയലിലും ഒക്കെ കടന്നു വരുന്നുണ്ട്. മേക്കപ്പിൻ്റെ കാര്യം ഇപ്പം ഞാൻ കറുപ്പായതുകൊണ്ട് ഇപ്പം എനിക്ക് സോഷ്യൽ മീഡിയയിൽ കറുത്ത സ്കിന്നിന് ചേർന്ന മേക്കപ്പ്, അപ്പോൾ ഈ കറുത്ത സ്കിന്നിന് ചേർന്ന മേക്കപ്പ് എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതൊരു മാർക്കറ്റ് ആവുന്നു. ആ മാർക്കറ്റ് ആവുന്നത് മാത്രമല്ല, ഇപ്പോൾ കറുത്ത മോഡലിൽ അവരുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് അവരുടെ കറുപ്പിനെ അവരുടെ ഭംഗിയെ എത്രത്തോളം ലസ്ട്രസ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്ന് അവർ അഡ്വർടൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയൊരു അഴകിൻ്റെ പുതിയൊരു പാരഡൈമിലോട്ട് നമ്മൾ കടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇതൊരു ചർച്ചയ്ക്ക് വിധേയമായപ്പോൾ പ്രതീക്ഷിച്ചതിലപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഞാൻ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇത് കയറിപ്പോയിട്ടുണ്ട്. അത് സന്തോഷം തോന്നുന്നു. പലതരത്തിലുള്ള കോംപ്ലക്സുകളും ഇൻസെക്യൂരിറ്റിയുമായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിലെ അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അവരുടേതായിട്ടുള്ള അഴകുണ്ട്, അവരുടേതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. അത് പൂർണ്ണമായിട്ടും സ്വാംശീകരിച്ചുകൊണ്ട് അവരായിട്ട് തന്നെ അവരെന്ന യാഥാർത്ഥ്യം, ഞാനെന്ന യാഥാർത്ഥ്യത്തിനെ ഇതില്ലാതെ ഒരു തരത്തിലുമുള്ള റിസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റണം, അതിൽ സന്തോഷിക്കാനായിട്ട് പറ്റണം. നമ്മളുടെ എല്ലാവരുടെയും തന്നെ ജീവിതങ്ങൾ ഒരു ഫുൾഫിൽമെൻറ്റിലോട്ട് എത്തുന്ന വിധത്തിലേക്ക് പ്രയത്നിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റണം. ഇപ്പം പ്രധാനമായിട്ടും ഇത് പറയുന്നത് ഒരു ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ഇപ്പം ഈ ഡൈവേഴ്സിറ്റി എന്നത് നിറത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം, ജെൻഡറിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം, അല്ലാതെ ജാതിയുടെ ഡൈവേഴ്സിറ്റി ആകാം, അനുഭവത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം, സ്വഭാവത്തിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം. ഇതെല്ലാം തന്നെ നമ്മളുടെ ഒരു ബോഡി ഷേപ്പിൻ്റെ ഡൈവേഴ്സിറ്റി ആകാം. ഇതൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ആഘോഷിക്കുകയും ചെയ്താൽ നമ്മൾ എന്നൊരു സ്പീഷീസ് ഉണ്ടല്ലോ, മനുഷ്യൻ എന്നുള്ളൊരു സ്പീഷീസ്, അത് വാസ്തവത്തിൽ നമ്മളെ യുണീക്ക് ആക്കുന്നത് നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. അത് ഹോമോജനൈസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഞങ്ങൾ അമൃത ടി വി എപ്പോഴും ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് തന്നെയാണ്. കാരണം ഈ അമൃത ടി വി എന്ന് പറയുമ്പോൾ അമൃത ആശ്രമത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അമൃതയുടെ എല്ലാ ഓർഗനൈസേഷനിലും അത്തരത്തിലുള്ള യാതൊരു വിവേചനവും, നിറത്തിൻ്റെ പേരിലല്ല, ഒരു വിവേചനം പാടില്ല എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന അങ്ങനെ ഒരു സന്ദേശമാണ് എപ്പോഴും അമ്മയുടെ കീഴിൽ ആ ഒരു സന്ദേശത്തിൽ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അല്ലെങ്കിൽ ശാരദാ മുരളീധരൻ എന്ന വ്യക്തി എന്ന നിലയിലും എല്ലാ പിന്തുണയും എല്ലാ പ്രോത്സാഹനവും ഈ ഒരു വിഷയത്തിൽ കൂടെ തന്നെ ഉണ്ടാകും. സന്തോഷം. വളരെ ഈ രീതിയിൽ ഒരു ഇത്രയും വലിയൊരു സ്ഥാപനത്തിനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു.